ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ തന്നെ ഒരു പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ കാർഡ് കിട്ടിയപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം കാർഡിലുണ്ട്. കാർഡിന് ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാർഡ് അൺകാർഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിതൊന്ന് റിവീൽ ചെയ്യാം. ഇത് ഹോട്ട് വീൽസിൻ്റെ തന്നെ ഫാൻസി എഡിഷൻ മോഡലായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. വാഗൺ ഫാമിലീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിത് MRP പ്രൈസിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 2025 കാസ്റ്റിംഗിൽ ഇറങ്ങിയിരിക്കുന്ന ഗോൺ മാഡ് എന്ന് പറഞ്ഞൊരു മോഡലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലുക്ക് വൈസിൽ ഒരു ബാറ്റ്മാൻ എഡിഷൻ ആയിട്ട് തോന്നാം. പക്ഷേ ഇതൊരു ബാറ്റ്മാൻ സീരീസിലുള്ള ഒരു വാഹനമല്ല. ഇത് അധികം പേർക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ളതൊന്നുമല്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണിത്. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലായിട്ട് സാമ്യമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിതൊന്ന് അൺകാർഡ് ചെയ്യാം. ഈ ഒരു മോഡലിൻ്റെ ലുക്ക് വൈസ് തന്നെ നമുക്ക് ഓൾഡ് ഒരു വിൻറ്റേജ് കാർസിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട്. എന്നാൽ തന്നെ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയൊരു ന്യൂജൻ മോഡലായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ എന്ന് വേണം നമുക്ക് പറയാം. ഞാനിത് നിങ്ങളെ സൂം ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓവറോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ലുക്ക് വൈസ് വരുമ്പോൾ സൈഡ് ഡിസൈനും ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷനിൽ വേറെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ടെയിൽ ലൈറ്റ് കാര്യങ്ങളും ഇൻഡിക്കേറ്ററും അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് ഒറ്റവാക്കി പറയുവാണെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈൻ പാറ്റേൺ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹോട്ട് വീൽസിൻ്റെ ഒരു ബാഡ്ജിയും 58 എന്ന് പറഞ്ഞൊരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റിക്കറാണ്, ജസ്റ്റ് ഒരു ടാറ്റു ആണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ പറയുന്ന ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഗ്രിൽ പോർഷൻ മാത്രമേ ഉള്ളൂ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ മോഡലിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ബമ്പർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്, ചേസോട് കൂടി തന്നെ. ഇതിന്റെ ബാക്ക് ബമ്പർ ഒക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിക്കർ വർക്കിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. ബോഡിയിലുള്ള പെയിന്റ് ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്, വേറെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ ഇതിന്റെ വിൻഷീൽഡും കാര്യങ്ങളും ഒക്കെ തന്നെ ബാക്ക് സൈഡിലും അതുപോലെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് സൈഡിലെ രണ്ട് സൈഡിലെ ഡോർ വിൻഡോസും എല്ലാം ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റിന്റെ മാത്രം 2 ഡോർസിന് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൊരു ഏറിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇന്റീരിയർ പോർഷൻസ് ആണെങ്കിൽ ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിങ്ങും കാര്യങ്ങളും എല്ലാം നല്ലൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ്സും കാര്യങ്ങളും എല്ലാം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ ഒരു എൻജിൻ പോർഷൻ ആണോ എന്താണെന്ന് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഗിയർ ലിവറും കാര്യങ്ങളും എല്ലാം വിസിബിൾ ആണ്, നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ വരുന്ന ബോണറ്റോടുകൂടി ചേർന്ന് വരുന്ന എഞ്ചിൻ ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് എക്സോസ്റ്റ് ആയിട്ടാണ് അവർ ഉദ്ദേശിച്ചതെന്നും മനസ്സിലായിട്ടില്ല. തൊട്ട് ബോണറ്റിന്റെ തൊട്ട് താഴെ തന്നെ ഡോറിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും തന്നെ എക്സോസ്റ്റ് നോട്ട് പോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു മെറ്റൽ ബോഡിയാണ് ഷാസി വരുന്നത്, ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെ. ഗോൺ മാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്, ഹോട്ട് വീൽസ് 2025 മെറ്റൽ, മെയ്ഡ് ഇൻ മലേഷ്യ. ചേസ് അത്യാവശ്യം പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വീലും കാര്യങ്ങളും എടുത്ത് പറയുവാണെങ്കിൽ തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വീല് ചെറുതാണെങ്കിലും ബാക്ക് പോർഷനിലെ വീല് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ ഇതിന്റെ വീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. വീൽ സ്ക്രോളിങ്ങും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് സ്ക്രോളിങ് ആവുന്നുണ്ട്. വീൽസിൽ വരുന്ന അലോയ്സും കാര്യങ്ങളും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല, ഒരു ക്ലാസിക് ലുക്കൊക്കെ തന്നെയാണ് അലോയ്സിനൊക്കെ. പിന്നെ അലോയ്സിൽ വരുന്ന വൈറ്റ് റിംഗ് ഒക്കെ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഈ ചാനലിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം. തുടർന്ന് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. Thank you for watching guys. Have a great day.